ബിജൂസ് PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചാണ് പറഞ്ഞത്. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ആനന്ദ തീർത്ഥനെ കുറിച്ചും അയ്യത്താൻ ഗോപാലിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടുപേരെ കുറിച്ച് പറയാം. കാരണം ഇവരെക്കുറിച്ച് PSC അത്യാവശ്യമായി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. PSCയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള PSC സാധാരണ ചോദിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ ആനന്ദതീർത്ഥനെ കുറിച്ചോ അല്ലെങ്കിൽ അയ്യത്താൻ ഗോപാലിനെ കുറിച്ചോ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കണ്ട. ഇപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ഏതാണ്ട് 17 പേരെക്കുറിച്ച് ഞാൻ പറഞ്ഞു. 17 നവോത്ഥാന നായകന്മാരെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തു പോയി. വേണ്ടൊരു 20-25ഓളം പേരെയാണ് പ്രധാനമായിട്ട് നമ്മൾ PSC ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരെ തന്നെയാണ് ഞാനും ഫോക്കസ് ചെയ്ത് പോകുന്നതെന്ന് പറയാം. അപ്പോൾ നമുക്കിന്ന് ആനന്ദതീർത്ഥനിൽ തുടങ്ങാം അല്ലേ. ആനന്ദതീർത്ഥൻ അദ്ദേഹം 1905 തലശ്ശേരിയിൽ ജനിച്ചു. 1905 ജനുവരി 2. 1905 ജനുവരി 2 ആനന്ദതീർത്ഥൻ ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ആനന്ദ ഷേണായി എന്നാണ്. ആനന്ദതീർത്ഥൻ ആനന്ദ ഷേണായിയാണ്. അപ്പോൾ ആനന്ദ ഷേണായി ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസി ശിഷ്യനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യനെ കുറിച്ചൊക്കെ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശിവലിംഗ സ്വാമികൾ അല്ലേ, ആദ്യത്തെ സന്യാസി ശിഷ്യൻ ശിവലിംഗ സ്വാമികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സന്യാസി ശിഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആനന്ദ ഷേണായിയാണ്. ആനന്ദ ഷേണായിക്ക് ആനന്ദ തീർത്ഥൻ എന്ന പേര് കൊടുത്തു ശ്രീനാരായണ ഗുരു. അപ്പോൾ ആനന്ദ ഷേണായിയെ ആനന്ദ തീർത്ഥനാക്കി മാറ്റിയത് ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം 1930 തുടങ്ങി വെച്ച ഒരു പരിപാടിയിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. 1930 ഇന്ത്യ ചരിത്രത്തിൽ വളരെ പ്രശസ്തമായൊരു സംഭവം നമ്മൾ പഠിക്കാറുണ്ടല്ലോ. ദേശീയ പ്രസ്ഥാനമൊക്കെ പറയുമ്പോൾ ഉപ്പ് സത്യാഗ്രഹവും ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ദണ്ഡിയിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നു. അപ്പോൾ അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് ഉപ്പ് സത്യാഗ്രഹങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ നടന്നു. നമ്മുടെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലെ വേദാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നു. ആ വേദാരണ്യത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് നമ്മൾ ഗാന്ധിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരെന്നൊക്കെ വിളിക്കുന്ന C രാജഗോപാലാചാരിയാണ്. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന C രാജഗോപാലാചാരി. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ആരും പങ്കെടുത്തു? നമ്മുടെ ആനന്ദതീർത്ഥനും പങ്കെടുത്തു. നമുക്ക് വേണ്ടൊരു ഫാക്റ്റ് അതാണ്. ഇപ്പോൾ ഈ ആനന്ദതീർത്ഥനെ കുറിച്ച് പറയുമ്പോൾ വേണ്ടതായിട്ടുള്ളൊരു ഫാക്റ്റ് അതാണ്. എന്താണ് സംഭവം? വേദാരണ്യത്ത് C രാജഗോപാലാചാര്യയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ നവോത്ഥാന നായകനാര്? അതാരാണ്? ആനന്ദതീർത്ഥനാണ്. ആനന്ദ ഷേണായിയാണ്. തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ C രാജഗോപാലാചാര്യയോടൊപ്പം, ചക്രവർത്തി രാജഗോപാലാചാര്യയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് ആനന്ദതീർത്ഥനാണ്. 1930 അത് കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് 1931 1931 ഇദ്ദേഹം പയ്യന്നൂരിൽ ഒരു ശ്രീനാരായണ കോളേജ് സ്ഥാപിക്കുന്നു. 1931 പയ്യന്നൂരിൽ ശ്രീനാരായണ കോളേജ് സ്ഥാപിച്ചത് ആനന്ദതീർത്ഥനാണ്. ആനന്ദ ഷേണായി എന്ന ആനന്ദതീർത്ഥനാണ്. ഇനി അതുപോലെ 1933 കണ്ണൂരിൽ ഇദ്ദേഹം ജാതിനാശിനി സഭ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ആരംഭിച്ചു. ജാതിനാശിനി സഭ. അത് ഈ മിശ്ര വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ മിശ്ര വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 1933 കണ്ണൂരിൽ ജാതിനാശിനി സഭ എന്ന സംഘടന രൂപീകരിച്ചത് ആനന്ദതീർത്ഥനാണ്. അദ്ദേഹമാണ് സ്ഥാപിച്ചത്. ആനന്ദതീർത്ഥനാണ് സ്ഥാപിച്ചത്. പക്ഷെ അതിൻ്റെ ആദ്യ അധ്യക്ഷൻ നമ്മുടെ കേളപ്പനായിരുന്നു. കേരള ഗാന്ധി എന്നൊക്കെ നമ്മൾ പഠിച്ച പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത കേളപ്പനുണ്ടല്ലോ. അപ്പോൾ കേളപ്പനായിരുന്നു അതിൻ്റെ ആദ്യ അധ്യക്ഷൻ. ഏതിൻ്റെ ആദ്യ അധ്യക്ഷൻ? ജാതിനാശിനി സഭയുടെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഇദ്ദേഹമാണ് ഈ നാമകരണ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. നാമകരണ വിപ്ലവം അതെന്താ സംഭവം? അക്കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് വേറെ ചില പേരുകൾ, ഉയർന്ന ജാതിക്കാർക്ക് വേറെ ചില പേരുകളൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉയർന്ന ജാതിക്കാരായ ആൾക്കാർ ഉപയോഗിക്കുന്ന പേരുകളൊന്നും ആരും ഉപയോഗിക്കാൻ പാടില്ല. താഴ്ന്ന ജാതിക്കാരായ ആൾക്കാർ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ആനന്ദതീർത്ഥൻ എന്ത് ചെയ്തു? താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാരുടെയുള്ള പേരുകൾ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാരുടെ പേരുകൾ ഇട്ടുകൊണ്ട് അങ്ങനൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി ആനന്ദതീർത്ഥൻ എന്ന ആനന്ദ ഷേണായി. ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചില ഉദ്ധരണികളുണ്ട്.
അത് PSC ഇടയ്ക്ക് ഈ അടുത്ത കാലത്തും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാനത് കാണുകയുണ്ടായി. അതായത് മാനവ സേവയാണ് ഈശ്വര സേവ. അദ്ദേഹം പ്രധാനമായി പറഞ്ഞൊരു കാര്യമാണ്. മാനവ സേവയാണ് മാധവ സേവ, അതായത് ഈശ്വര സേവ അല്ലേ. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞു ആനന്ദ തീർത്ഥൻ. അതുപോലെ ദരിദ്ര സേവയാണ് ഈശ്വര സേവ. ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞതും അത് തന്നെയാണ് ആനന്ദ തീർത്ഥൻ തന്നെയാണ്, ആനന്ദ ഷേണായി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികൾ ഞാൻ പറഞ്ഞത്, ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞു, മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് 1933 കണ്ണൂരിലെ ജാതിനാശിനി സഭ ആരംഭിച്ചത്. ജാതിനാശിനി സഭ ആരംഭിച്ചത് മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതിൻ്റെ ആദ്യ അധ്യക്ഷനായിരുന്നത് കേളപ്പനാണ്. പിന്നെ അദ്ദേഹമാണ് 1931 പയ്യന്നൂരിൽ ശ്രീനാരായണ സ്കൂൾ സ്ഥാപിച്ചത്. പയ്യന്നൂരിൽ ശ്രീനാരായണ സ്കൂള് സ്ഥാപിച്ചു. പിന്നെ അദ്ദേഹമാണ് 1930 C രാജഗോപാലാചാര്യോടൊപ്പം വേദാരണ്യത്തിൽ ഉപ്പസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കേരളത്തിലെ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസി ശിഷ്യനാണ്. ആനന്ദ ഷേണായിക്ക് ആനന്ദ തീർത്ഥൻ എന്ന പേര് നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹം ആനന്ദ തീർത്ഥൻ ജനിച്ചത് 1905 1905 ജനുവരി 2 തലശ്ശേരിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ആനന്ദ തീർത്ഥനെ കുറിച്ച്. അപ്പോൾ നമുക്ക് അടുത്തൊരു നവോത്ഥാന നായകനിലേക്ക് വരാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു പോയത് ആനന്ദ തീർത്ഥനെ കുറിച്ചാണ്. അപ്പോൾ അടുത്ത് ഞാൻ പറയുന്നത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ കുറിച്ചാണ്. അയ്യത്താൻ ഗോപാലൻ ജനിച്ചത് തലശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. അയ്യത്താൻ ഗോപാലൻ്റെ ജന്മസ്ഥലം. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തനത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയ ആളാണ്. ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തനത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയ ആളാണ് അയ്യത്താൻ ഗോപാലൻ. ബ്രഹ്മസമാജം നമുക്കറിയാം 1828 രാജാറാം മോഹൻ റായ് ബംഗാളിൽ ആരംഭിച്ചു അല്ലേ ബ്രഹ്മസമാജം. അതാദ്യം ബ്രഹ്മസഭ എന്ന പേരിൽ ആരംഭിച്ചു. ബ്രഹ്മസഭ എന്ന പേരിൽ ആരംഭിച്ച സംഘടന പിന്നീട് ബ്രഹ്മസമാജം എന്ന പേര് മാറ്റുകയായിരുന്നു. രാജാറാം മോഹൻ റായിയെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നത്, ബ്രഹ്മസമാജത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. കേരള നവോത്ഥാനം പഠിക്കുന്ന സമയത്ത് നമ്മൾ അത് വിശദമായി ചർച്ച ചെയ്ത് പോകാറുണ്ട്. രാജാറാം മോഹൻ റായ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ രാജാറാം മോഹൻ റായിയെക്കുറിച്ച് വിശദമായി പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് 1828 കൊൽക്കത്തയിൽ, ബംഗാളിലെ കൊൽക്കത്തയിൽ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായ് ആരംഭിച്ചതെങ്കിൽ 1898 കോഴിക്കോട് അതിൻ്റെ ഒരു ശാഖ ആരംഭിച്ചു. അത് ആരംഭിച്ചത് അയ്യത്താൻ ഗോപാലനാണ്. കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ഒരു ശാഖ ആരംഭിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. ഇനി അതുപോലെ നമ്മൾ ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ബ്രഹ്മധർമ്മയാണ്. ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ അത് ബ്രഹ്മധർമ്മയാണ്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അയ്യത്താൻ ഗോപാലനാണ്. ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അയ്യത്താൻ ഗോപാലനാണ്. എന്തായാലും ഇദ്ദേഹം ബ്രിട്ടീഷുകാരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാൾ തന്നെയായിരുന്നു. രാജാറാം മോഹൻ റായിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത് അല്ലേ. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇദ്ദേഹത്തിന് റാവു സാഹിബ് എന്നൊരു ബഹുമതി നൽകി. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് റാവു സാഹിബ് എന്ന ബഹുമതി നൽകിയ കേരളത്തിലെ നവോത്ഥാന നായകൻ ആരെന്ന് വെച്ചാൽ അത് അയ്യത്താൻ ഗോപാലനാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് റാവു സാഹിബ് എന്ന ബഹുമതി നൽകിയത് അയ്യത്താൻ ഗോപാലനാണ്. അപ്പോൾ റാവു സാഹിബ് എന്നറിയപ്പെട്ടിരുന്ന ആരെന്ന് വെച്ചാൽ ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. ഇനി അദ്ദേഹത്തിന് ഒരു സംഘടന ഈ ബ്രഹ്മസമാജം കൂടാതെ ഇവിടെ ഉണ്ടായി. ബ്രഹ്മസമാജത്തിൻ്റെ ശാഖയാണല്ലോ ആരംഭിച്ചത്. അദ്ദേഹം ഈ സുഗുണവർദ്ധിനി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ആരംഭിച്ചു. അപ്പോൾ കേരളത്തിൽ കോഴിക്കോട് കേന്ദ്രമാക്കി സുഗുണവർദ്ധിനി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ആരംഭിച്ചതും അയ്യത്താൻ ഗോപാലനാണ്. ഇനി അതുപോലെ ഈ ദളിതരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം ചന്ത വർക്കർ എലിമെൻ്ററി സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ ആരംഭിച്ചു. അപ്പോൾ ദളിതരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കോഴിക്കോട് തന്നെയാണ് അദ്ദേഹം ആരംഭിച്ചത്? ചന്ത വർക്കർ എലിമെൻ്ററി സ്കൂൾ ആരംഭിച്ചു അയ്യത്താൻ ഗോപാലൻ. കോഴിക്കോടാണ് ആരംഭിച്ചത്. ഇനി അദ്ദേഹം ചില നാടകങ്ങളൊക്കെ രചിച്ചു. അയ്യത്താൻ ഗോപാലൻ രചിച്ച പ്രശസ്തമായ നാടകങ്ങൾ 2 ഉണ്ട്. ഒന്ന് സാരഞ്ജിനി പരിണയം. അയ്യത്താൻ ഗോപാലനാണ് സാരഞ്ജിനി പരിണയം എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം രചിച്ചത്. അതുപോലെ സുശീല ദുഃഖം എന്ന് പറഞ്ഞിട്ടൊരു നാടകം രചിച്ചു.
അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ തപ്പിപ്പിടിച്ച് ചോദിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ PSC ഇപ്പം കാണിക്കുന്നത്. നമ്മൾ കേട്ട് പരിചയമില്ലാത്ത സാധാരണ റാങ്ക് ഫയലുകളിലൊന്നും തന്നെ കിട്ടാതെ വരുന്ന സംഭവങ്ങളെ തപ്പിപ്പിടിച്ച് ചോദിക്കുന്ന ഒരു പരിപാടി PSC ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും അവർ SCERTയുടെയും NCERTയുടെയൊക്കെ പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നു. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകത്തിൽ നിന്ന് SCERTയുടെ ഒരു പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ സംഭവങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സാരഞ്ജിനി പരിണയവും സുശീല ദുഃഖവും ഒക്കെ. പിന്നെ അതുപോലെ ഇദ്ദേഹം തന്നെയാണ് ഈ കുടുംബ മുറിച്ചിട്ട് അദ്ദേഹം ഈ ജാതീയതയ്ക്കെതിരെ പോരാടാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബയൊക്കെ അദ്ദേഹം മുറിച്ചു കളഞ്ഞു. അപ്പോൾ അങ്ങനെ കുടുംബം മുറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജാതിയെ ഇല്ലാതാക്കാൻ വേണ്ടി, ജാതിയെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മാതൃഗൃഹത്തിൽ നിന്നൊക്കെ പുറത്താക്കി. അപ്പോൾ കുടുംബം മുറിച്ച് ജാതീയതയ്ക്കെതിരെ പ്രതിഷേധിച്ചതുകൊണ്ട് മാതൃകുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. അദ്ദേഹത്തിൻ്റെ 2 നാടകങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു. അയ്യത്താൻ ഗോപാലൻ രചിച്ച നാടകങ്ങളാണ് സാരഞ്ജിനി പരിണയവും അതുപോലെ സുശീല ദുഃഖവും. അദ്ദേഹമാണ് ദളിതരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കോഴിക്കോട് അദ്ദേഹം ഒരു ചന്ത വർക്കർ എലിമെൻ്ററി സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ ആരംഭിച്ചത്. അദ്ദേഹം ആരംഭിച്ചൊരു സംഘടനയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, സുഗുണവർദ്ധിനി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന അദ്ദേഹം ആരംഭിച്ചു. പിന്നെ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് റാവു സാഹബ് എന്ന ബഹുമതി നൽകി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് റാവു സാഹബ് എന്ന പേരിൽ അദ്ദേഹത്തിന് ആൾക്കാർ വിളിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം അറിയപ്പെട്ടു. പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ അത് മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അതുപോലെ 1898 കോഴിക്കോട് ഇദ്ദേഹമാണ് ആരംഭിച്ചത്, ബ്രഹ്മസമാജത്തിൻ്റെ ഒരു ശാഖ ആരംഭിച്ചത്. അപ്പോൾ കേരളത്തിലെ രാജാറാം മോഹൻ റോയ് അല്ലേ, കേരളത്തിലെ രാജാറാം മോഹൻ റോയ് ആണ് ആര്, നമ്മുടെ അയ്യത്താൻ ഗോപാലൻ. കാരണം അദ്ദേഹം ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ ആരംഭിച്ചു. ബ്രഹ്മസമാജത്തിൻ്റെ പ്രധാന പ്രവർത്തകനായിരുന്നു കേരളത്തിൽ. അദ്ദേഹം ജനിച്ചത്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അത് തലശ്ശേരിയിലാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ജനിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അയ്യത്താൻ ഗോപാലനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെക്കുറിച്ചും അതുപോലെ നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, പിന്നെ ഞാൻ ഇനി അടുത്ത എപ്പിസോഡുകളിൽ പറഞ്ഞു തുടങ്ങുന്ന തിരുവിതാംകൂറിലെ രാജാക്കന്മാർ, പിന്നെ അതുപോലെ PSCയുടെ സെക്രട്ടേറിയറ്റിൻ്റെ പുതിയ സിലബസ് വന്നിട്ടുണ്ട്. ആ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള മിഡീവൽ ഇന്ത്യ ചരിത്രം, അതുപോലെ വേൾഡ് ഹിസ്റ്ററി. അപ്പോൾ ഇതൊക്കെ എൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അത് നെയ്യാറ്റിൻകരയിലെ ബിജൂസ് PSCയിലാണ് ആ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഒന്ന് പഠിക്കാം. അപ്പോൾ എൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെന്തായാലും ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് തുടർന്ന് എല്ലാ ക്ലാസ്സുകളും അതിലൂടെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇന്ന്